പോലീസിനെയും ജനങ്ങളെയും ഒരുപോലെ പതിറ്റാണ്ടുകളായി കുഴക്കുന്ന ഒരു ചോദ്യമാണ് സുകുമാരക്കുറുപ്പ് മരിച്ചോ എന്നത്. ഇതിനുള്ള കൃത്യമായ ഉത്തരം ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. കുറുപ്പ് ജാർഖണ്ഡിലോ ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലുമോ സന്യാസിയായി ജീവിച്ചിരിപ്പുണ്ടെന്നും അതല്ലെങ്കിൽ അവിടെ വെച്ച് മരണപ്പെട്ടു എന്നുള്ള നിരവധി ഊഹാപോഹങ്ങളും കഥകളും പലപ്പോഴായി പ്രചരിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് സംഘം പലതവണ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും അദ്ദേഹം അവിടെ വെച്ച് മരിച്ചതായോ ജീവിച്ചിരിപ്പുള്ളതായോ ഉള്ള വ്യക്തമായ ശാസ്ത്രീയ തെളിവുകൾ ഇന്നേ വരെ ലഭിച്ചിട്ടില്ല. നിയമത്തിന് മുന്നിൽ സുകുമാരക്കുറുപ്പ് ഇന്നും പിടികിട്ടാപ്പുള്ളിയായി തുടരുകയാണ്. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ ചെറിയനാട് സ്വദേശിയായ സുകുമാരക്കുറുപ്പ് കായംകുളം സ്വദേശിനിയായ സരസമ്മയെയാണ് വിവാഹം കഴിച്ചത്. വിവാഹശേഷം ഗൾഫിലേക്ക് ചേക്കേറിയ കുറുപ്പ് അവിടെ അബുദാബിയിലെ ഒരു പ്രമുഖ കമ്പനിയിൽ നല്ല ശമ്പളത്തിൽ ജോലി സമ്പാദിച്ചു. ആഡംബര ജീവിതം നയിക്കാൻ ആഗ്രഹിച്ച അദ്ദേഹം ചുരുങ്ങിയ കാലം കൊണ്ട് കൂടുതൽ പണക്കാരനാകാനുള്ള വഴികൾ ആലോചിച്ചു തുടങ്ങി. അബുദാബിയിൽ വെച്ച് സുകുമാരക്കുറുപ്പ് തന്റെ പേരിൽ ഏകദേശം 8 ലക്ഷം രൂപ ഇൻഷുറൻസ് പോളിസി എടുത്തു. അന്നത് വലിയൊരു തുകയായിരുന്നു. താൻ അപകടത്തിൽ മരിച്ചതായി രേഖകൾ ഉണ്ടാക്കിയാൽ ഈ തുക തട്ടിയെടുക്കാമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. സ്വന്തം മരണം വ്യാജമായി സൃഷ്ടിക്കാൻ അദ്ദേഹം പദ്ധതിയിട്ടു. കേരളത്തിൽ അവധിക്ക് നാട്ടിലെത്തിയ കുറുപ്പ് തന്റെ അളിയൻ ഭാസ്കരപിള്ള, വിശ്വസ്തനായ ഡ്രൈവർ പൊന്നപ്പൻ, സുഹൃത്ത് ഷാഹു എന്നിവരെ കൂട്ടുപിടിച്ച് ഗൂഢാലോചന നടത്തി. താൻ കാർ അപകടത്തിൽപ്പെട്ട് മരിച്ചുവെന്ന് വരുത്തി തീർക്കുകയായിരുന്നു ലക്ഷ്യം. തന്റെ ശരീരപ്രകൃതിയോട് സാമ്യമുള്ള ഒരു മൃതദേഹം കണ്ടെത്തുക എന്നതായിരുന്നു ആദ്യപടി. ആദ്യം ശ്മശാനങ്ങളിൽ നിന്നും മെഡിക്കൽ കോളേജുകളിൽ നിന്നും മൃതദേഹം സംഘടിപ്പിക്കാൻ ഇവർ ശ്രമിച്ചെങ്കിലും അതിൽ പരാജയപ്പെട്ടു. തുടർന്ന് ജീവനുള്ള ഒരാളെ കൊന്ന് മൃതദേഹം കത്തിക്കുക എന്ന തീരുമാനത്തിലേക്ക് ഇവർ എത്തിച്ചേർന്നു. രാത്രികാലങ്ങളിൽ റോഡരികിൽ ഇതിന് പറ്റിയ ഒരാളെയും കാത്ത് അവർ കാറിൽ കറങ്ങി നടന്നു. 1984 ജനുവരി 21 രാത്രി കരുനാഗപ്പള്ളി ഹരി തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ട് വീട്ടിലേക്ക് മടങ്ങാൻ ബസ് കാത്തു നിൽക്കുകയായിരുന്നു ഫിലിം റെപ്രസെന്റേറ്റീവായ ചാക്കോ. ഗർഭിണിയായ ഭാര്യ ശാന്തമ്മ വീട്ടിൽ കാത്തിരിപ്പുണ്ടായിരുന്നു. ഈ സമയത്താണ് സുകുമാരക്കുറുപ്പും സംഘവും സഞ്ചരിച്ച കാർ ചാക്കോയുടെ മുന്നിൽ വന്നു നിന്നത്. ആലപ്പുഴയിലേക്ക് ലിഫ്റ്റ് ചോദിച്ച ചാക്കോയെ ഇവർ കാറിൽ കയറ്റി. യാത്രക്കിടയിൽ ചാക്കോയ്ക്ക് വീര്യമേറിയ മദ്യം നൽകി ബോധം കെടുത്തി. തുടർന്ന് ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ചാക്കോയുടെ കഴുത്തിൽ തോർത്തുമുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. കൊലപാതകത്തിന് ശേഷം ചാക്കോയുടെ മൃതദേഹം മാവേലിക്കരയ്ക്കടുത്തുള്ള ചെറിയനാട്ടിലെ കുറുപ്പിന്റെ സ്മിതാ ഭവനത്തിലെത്തിച്ചു. അവിടെ വെച്ച് സുകുമാരക്കുറുപ്പിന്റെ ശരീരവുമായി കൂടുതൽ സാദൃശ്യം തോന്നാനായി ചാക്കോയുടെ തലമുടിയും മീശയും കരിക്കുകയും കുറുപ്പിന്റെ വസ്ത്രങ്ങൾ ചാക്കോയെ ധരിപ്പിക്കുകയും ചെയ്തു. അതേ ദിവസം പുലർച്ചെ മാവേലിക്കരയ്ക്കടുത്തുള്ള കുന്നം കല്ലുമൂട് പാടശേഖരത്തിന് സമീപത്തുള്ള റോഡരികിലേക്ക് മൃതദേഹവുമായി അവർ നീങ്ങി. ചാക്കോയുടെ മൃതദേഹം ഡ്രൈവിംഗ് സീറ്റിലിരുത്തി കാറിന് തീയിട്ടു. സുകുമാരക്കുറുപ്പ് കാർ അപകടത്തിൽ മരിച്ചു എന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാനായിരുന്നു ഈ നാടകമെല്ലാം നടന്നത്. ജനുവരി 22 പുലർച്ചെ നാട്ടുകാർ കാർ കത്തുന്നത് കണ്ട് പോലീസിനെ വിവരം അറിയിച്ചു. പ്രാഥമിക അന്വേഷണത്തിൽ കാർ സുകുമാരക്കുറുപ്പിന്റേതാണെന്നും മരിച്ചത് കുറുപ്പ് തന്നെയാണെന്നും പോലീസ് കരുതി. ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി കുറുപ്പിന്റെ വീട്ടുവളപ്പിൽ സംസ്കരിക്കുകയും ചെയ്തു. എന്നാൽ മാവേലിക്കര CI ആയിരുന്ന ഹരിദാസന് ഈ അപകടത്തിൽ ചില സംശയങ്ങൾ തോന്നി. കാറിന്റെ ഡോറുകൾ കൃത്യമായി ലോക്ക് ചെയ്തിരുന്നില്ല. മാത്രമല്ല അപകടം നടന്ന സ്ഥലത്ത് ബ്രേക്ക് ചെയ്തതിന്റെയോ മറ്റു വണ്ടിയുമായി കൂട്ടിയിടിച്ചതിന്റെയോ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയാകും മുൻപ് തന്നെ കുറുപ്പിന്റെ ബന്ധുക്കൾ ഇൻഷുറൻസ് തുക കൈപ്പറ്റാനുള്ള രേഖകൾ ശരിയാക്കാൻ വലിയ തിരക്ക് കൂട്ടി. ഇത് പോലീസിന്റെ സംശയം ഇരട്ടിയാക്കി. തുടർന്ന് മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശദമായി പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരിച്ചയാളുടെ വയറ്റിൽ മണ്ണെണ്ണയുടെ അംശം കണ്ടെത്തി. അപകടത്തിൽ മരിച്ചയാളുടെ വയറ്റിൽ എങ്ങനെ മണ്ണെണ്ണ എത്തിയെന്ന ചോദ്യം പോലീസിനെ കൃത്യമായ കൊലപാതക അന്വേഷണത്തിലേക്ക് നയിച്ചു. മരിച്ചയാളുടെ ശ്വാസകോശത്തിൽ പുകയുടെ കരി കണ്ടെത്തിയിരുന്നില്ല. അതായത് മരിച്ചപ്പോഴാണ് ശരീരം കത്തിച്ചതെന്ന് വ്യക്തം. മരിച്ചയാളുടെ പല്ലുകളുടെ ഘടനയും സുകുമാരക്കുറുപ്പിന്റെ പല്ലുകളുടെ ഘടനയുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് കുറുപ്പിന്റെ ദന്ത ഡോക്ടർ മൊഴി നൽകി. ഇതോടെ മരിച്ചത് കുറുപ്പല്ലെന്ന് പോലീസ് ഉറപ്പിച്ചു. എന്നാൽ മരിച്ചത് ആരാണെന്ന ചോദ്യം അപ്പോഴും ബാക്കിയായിരുന്നു. ഇതേസമയം കരുനാഗപ്പള്ളി സ്വദേശിയായ ചാക്കോയെ കാണാനില്ലെന്ന് കാണിച്ച് അദ്ദേഹത്തിന്റെ കുടുംബം പരാതി നൽകിയിരുന്നു. ചാക്കോയുടെ ശരീരപ്രകൃതിയും മരിച്ചയാളുടെ ശരീരപ്രകൃതിയും ഒത്തുനോക്കിയ പോലീസ്
കാണാതായ രാത്രിയിലെ ചാക്കോയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് അന്വേഷിച്ചു. ഒടുവിൽ കൊല്ലപ്പെട്ടത് ചാക്കോ തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ സുകുമാരക്കുറുപ്പ് നടത്തിയ ആസൂത്രിത കൊലപാതകമായിരുന്നു അന്ന് നടന്ന കൊലപാതകം. അന്വേഷണം കുറുപ്പിലേക്ക് നീങ്ങുന്നുവെന്ന് മനസ്സിലാക്കിയ കുറുപ്പ് അപ്പോഴേക്കും ഒളിവിൽ പോയിരുന്നു. പോലീസ് അന്വേഷണത്തിൽ കുറുപ്പിന്റെ അളിയൻ ഭാസ്കരപിള്ളയെയും ഡ്രൈവർ പൊന്നപ്പനെയും സുഹൃത്ത് ഷാഹുവിനെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ചോദ്യം ചെയ്യലിൽ ഇവർ കുറ്റം സമ്മതിക്കുകയും കൊലപാതകത്തിന്റെ മുഴുവൻ ചുരുൾ അഴിയുകയും ചെയ്തു. കേസിന്റെ വിചാരണയ്ക്ക് ശേഷം കോടതി ഭാസ്കരപിള്ളയ്ക്കും പൊന്നപ്പനും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. മാപ്പുസാക്ഷിയായ ഷാഹുവിനെ കോടതി വെറുതെ വിട്ടു. ശിക്ഷാ കാലാവധിക്ക് ശേഷം ഭാസ്കരപിള്ളയും പൊന്നപ്പനും പിന്നീട് മരണപ്പെട്ടു. പ്രതികളെല്ലാം ശിക്ഷിക്കപ്പെട്ടെങ്കിലും ഒന്നാം പ്രതിയായ സുകുമാരക്കുറുപ്പിനെ മാത്രം പോലീസിന് പിടികൂടാനായില്ല. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മാൻഹണ്ടുകളിൽ ഒന്നാണ് പിന്നീട് കുറുപ്പിനായി നടന്നത്. ഇന്ത്യയിലെമ്പാടും വിദേശത്തും പോലീസ് വലവിരിച്ചു. കൊലപാതകം നടന്നയുടൻ കുറുപ്പ് വ്യാജപ്പേരിൽ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ചതായി സൂചന ലഭിച്ചു. എന്നാൽ ലുക്കൌട്ട് നോട്ടീസുകൾ നിലവിലുള്ളതിനാൽ വിദേശത്തേക്ക് കടക്കാനായില്ല എന്നാണ് നിഗമനം. ബോംബെ, ഡൽഹി, മംഗലാപുരം തുടങ്ങിയ നഗരങ്ങളിൽ കുറുപ്പ് മാറി മാറി ഒളിവിൽ താമസിച്ചതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. പലയിടങ്ങളിലും പോലീസ് എത്തുന്നതിന് തൊട്ടു മുൻപ് അദ്ദേഹം രക്ഷപ്പെട്ടിരുന്നു. ഇതോടെ സുകുമാരക്കുറുപ്പ് ഒരു നിഴലായി മാറി. താടിയും മുടിയും നീട്ടി വളർത്തി ഉത്തരേന്ത്യയിലെ വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ കുറുപ്പ് സന്യാസി വേഷത്തിൽ കഴിഞ്ഞിരുന്നു എന്ന ശക്തമായ വാദങ്ങളും അക്കാലത്ത് പ്രചരിച്ചിരുന്നു. ഹരിദ്വാർ, ഋഷികേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ക്രൈംബ്രാഞ്ച് സംഘം ഇതിനായി വ്യാപക തിരച്ചിലും നടത്തി. ഇതിനിടയിലാണ് ജാർഖണ്ഡിലെ ഒരു ആശ്രമത്തിൽ വെച്ച് സുകുമാരക്കുറുപ്പിനോട് സാദൃശ്യമുള്ള ഒരു സന്യാസി മരണമടഞ്ഞു എന്ന വാർത്തയും പുറത്തു വന്നത്. തുടർന്ന് കേരള പോലീസിന് പ്രത്യേക സംഘം ജാർഖണ്ഡിലെത്തി അന്വേഷണം നടത്തിയെങ്കിലും കൃത്യമായ തെളിവുകളുടെ അഭാവത്തിൽ അത് കുറുപ്പ് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ജാർഖണ്ഡിലെ ഒരു ആശുപത്രി ICUവിൽ കുറുപ്പിനെ കണ്ടെന്നും സംസാരിച്ചു എന്നുമുള്ള മലയാളി നഴ്സിന്റെ വെളിപ്പെടുത്തൽ പോലീസും ശരിവെച്ചിരുന്നു. ഹൃദ്രോഗിയായ കുറുപ്പ് ഈ ആശുപത്രിയിലെ ICUവിൽ നിന്നും പോലീസ് എത്തുന്നതിനു മുൻപ് രക്ഷപ്പെട്ടിരുന്നു. ആശുപത്രിയിലെ ഹൃദ്രോഗ വിദഗ്ധന്റെ നിഗമനത്തിൽ അധിക മണിക്കൂറുകൾ കുറുപ്പ് ജീവിച്ചിരിക്കാൻ ഇടയില്ലെന്നും അത്രയ്ക്ക് അത്യാസന്ന നിലയിലായിരുന്നു കുറുപ്പ് എന്നും ഡോക്ടർ പറഞ്ഞു. എന്നാൽ വൈദ്യശാസ്ത്രത്തെ അത്ഭുതപ്പെടുത്തി കുറുപ്പ് രക്ഷപ്പെട്ടുവെങ്കിൽ ഇന്ന് 84 വയസ്സ് പ്രായം വരും. കൃത്യമായ പരിചരണമോ ചികിത്സയോ ഇല്ലാതെ അതീവ ഗുരുതര ഹൃദ്രോഗമുള്ളയാൾ എങ്ങനെ ജീവിച്ചിരിക്കാനാണ് എന്നും അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിക്കുന്നുണ്ട്.